നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടിയിൽ വീട്ടമ്മയെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന മുരിങ്ങത്തേരി ലോറൻസ് ഭാര്യ ബ്രൂഷയെയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 52 വയസ്സാണ്. രാവിലെ വീടിനുള്ളിൽ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കിണറ്റിൽ വീണതായി സംശയം തോന്നിയത്. വെള്ളത്തിൽ താഴ്ന്നുപോയിരുന്നു. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സ്കൂബ അംഗങ്ങളായ DP നിതിൻ ദേവ്, C ഷിബു എന്നിവരാണ് മൃതദേഹം മുങ്ങിയെടുത്തത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ S മണിയൻ, ഓഫീസർമാരായ K രാജേഷ്, M സൈമൺ, U കൃഷ്ണരാജ്, V വിജീഷ്, ഷെഫീഖ്, PM സുരേഷ് എന്നിവരും എരുമപ്പെട്ടി പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അഖിലേഷ്, അമൽ, അഖിൽ, അജിത്ത്, അഖിൽ കൃഷ്ണ, അക്ഷയ്, പുരുഷ എന്നിവരും സഹായികളാണ്. ഗുരുവായൂർ തൈക്കാട് തെരുവിൽ ഓട്ടോ ടാക്സിയുടെ പുറകിലിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ബ്ലാങ്ങാട് കടപ്പുറം കുന്നാമ്പുള്ളി അബ്ദുൾ റഫീഖാണ് പരിക്കേറ്റത്. തൈക്കാട് KSEB സബ്സ്റ്റേഷന് മുന്നിൽ ഇന്നലെ രാത്രി 10ഓടെയായിരുന്നു അപകടം. ഓട്ടോയുടെ പുറകിൽ തട്ടിയ ശേഷം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് പ്രോജക്ട് റിസോഴ്സ് പേഴ്സൺ നിയമനം ചട്ടവിരുദ്ധമെന്ന് ആരോപണം. ഭരണകക്ഷിയിൽ ഭിന്നത പുകയുന്നു. പഞ്ചായത്ത് രാജിന്റെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന് LDF മെമ്പർമാരും ഭരണകക്ഷിയിലെ മെമ്പർമാരും ചൂണ്ടിക്കാട്ടി. നിയമാനുസൃതം അപേക്ഷ ക്ഷണിക്കാതെയും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെയുമുള്ള നിയമനം അഴിമതിയും സ്വജനപക്ഷപാതവുമെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. ചൊവ്വാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിലെ പ്രോജക്ട് റിസോഴ്സ് പേഴ്സൺ നിയമന തീരുമാനത്തിലാണ് വാക്കുതർക്കം ഉണ്ടായത്. LDFന്റെ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു മാസ്റ്റർ, ഷൈബ ദിനേശൻ, ഷെഫീന മുനീർ, ഷൈമജ നസീർ എന്നിവരും ഭരണകക്ഷിയിലെ കോൺഗ്രസ് അംഗങ്ങളായ മുനാഷ് മച്ചിങ്ങൽ, ഷഹന ഷിഹാബ്, രതീഷ് ചമ്മണിയിൽ എന്നിവരും വിയോജിപ്പ് രേഖപ്പെടുത്തി. UDF ഭരണസമിതിയിൽ മുഴുവൻ അംഗങ്ങളുമായി കൂടിയാലോചിക്കാതെയാണ് നിയമനം നടത്തിയത് എന്ന് ഭരണകക്ഷി അംഗങ്ങൾ പറഞ്ഞു. വയനാട് കള്ളാടിയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതുവരെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. ഇനി കണ്ടെത്താനുള്ള 3 പേർക്കായി പ്രദേശത്ത് വ്യാപകമായ തെരച്ചിൽ തുടരുകയാണ്. തുരങ്കപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന കരാർ കമ്പനിയായ ദിലീപ് ബിൽകോണിലെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ദുരന്തബാധിത പ്രദേശത്തെ 4 സോണുകളായി തിരിഞ്ഞാണ് നിലവിൽ തെരച്ചിൽ നടത്തുന്നത്. ഫയർഫോഴ്സും പോലീസും പ്രാദേശിക കൂട്ടായ്മകളും സംയുക്തമായാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. വെളിച്ചം 2026 എന്ന പേരിൽ ആലിക്കര യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദര സദസ്സ് സംഘടിപ്പിച്ചു. ആലിക്കരയെ വായനയുടെ ലോകത്ത് അടയാളപ്പെടുത്തിയ ആലിക്കര മുതൽ ആഫ്രിക്ക വരെ എന്ന പുസ്തകം രചിച്ച മുഹമ്മദ് ഷെരീഫിനുള്ള ആദരവും SSLC+2 അബാക്കസ് NMMS വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും കരിയർ ഗൈഡൻസ് ക്ലാസുമാണ് നടത്തിയത്. VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മുഹമ്മദ് മോനു അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ TK സുനിൽകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് കരിയർ ക്ലാസ് എടുത്ത ഡോക്ടർ K രഞ്ജിത്തിനെയും 5 പതിറ്റാണ്ടോളമായി പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായ മുൻ വാർഡ് മെമ്പർ കൂടിയായ V സേതുമാധവനെയും ആദരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നല്ലപാടം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി ചങ്ങല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തേൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ഓട്ടോ തൊഴിലാളികൾ, രക്ഷിതാക്കൾ, പരിസരവാസികൾ എന്നിവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം ആകാശ ദൃശ്യത്തിൽ രൂപപ്പെടുത്തി. ലഹരിക്കെതിരായ ശക്തമായ സാമൂഹിക സന്ദേശം പകർന്ന ഈ ദൃശ്യം പരിപാടിയുടെ പ്രധാന ആകർഷണമായി. ഹെഡ് മിസ്ട്രസ് ജെൻസി KS സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പാൾ ബിജി ഡേവിഡ് നന്ദിയും പറഞ്ഞു. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ പുതിയതായി സ്ഥാപിച്ച സ്മാർട്ട് TVയും ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച LED സ്ക്രോളിംഗ് ഡിസ്പ്ലേ ബോർഡിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KM റസാഖ്, ശൈലജ അരുൺദാസ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ TS മണികണ്ഠൻ, PM അലി, PP അഖിൽ, മോനിഷ രജീഷ്, ജിൻസി സജു, അഞ്ജു സുധീഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, ജൂനിയർ സൂപ്രണ്ട് KS സഹജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.
കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 2026 ആഗസ്റ്റ് 7 മുതൽ 16 വരെ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ ക്ഷേത്ര മേൽശാന്തി കാരമുക്ക് പ്രകാശൻ നമ്പൂതിരിപ്പാടിന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മാസ്റ്റർ, ട്രഷറർ പ്രസാദ് PB, ക്ഷേത്ര ജീവനക്കാരും കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. ഇതോടെ സ്പോർട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.